കഞ്ചിക്കോട്ട് മദ്യനിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകിയ സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ പ്രതിപക്ഷം പോരാട്ടം കടുപ്പിക്കുകയാണ്. നാളെ നിയമസഭാ സമ്മേളനത്തിൽ അടിയന്തര പ്രമേയമായി ഈ വിഷയം ഉന്നയിക്കാനാണ് UDFിൻ്റെ നീക്കം. മദ്യനിർമ്മാണ യൂണിറ്റിനെതിരെ എലപ്പള്ളി പഞ്ചായത്ത് ഇന്ന് അടിയന്തര യോഗം ചേർന്ന് പ്രമേയം പാസാക്കും. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരും, അതുപോലെ പാലക്കാട് നിന്ന് വിപിൻ സി വിജയനും ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ഈ പ്രശ്നം വല്ലാതെ ബ്രൂവറി വിവാദം വല്ലാതെ കത്തി പടരുന്നു. എന്തൊക്കെയാണ് ശ്രീജിത്തെ തലസ്ഥാന നഗരിയിൽ? ഗുഡ് മോർണിംഗ്. ഈ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എലപ്പുള്ളിയിൽ വൻ മദ്യനിർമ്മാണശാല സ്ഥാപിക്കാനുള്ള മന്ത്രിസഭാ അനുമതിയാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. ഈ മന്ത്രിസഭാ തീരുമാനത്തിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വരികയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമാണ് ഇക്കാര്യത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. ദുരൂഹമായ തീരുമാനത്തിന് പിന്നിൽ അഴിമതിയാണ്. 2 വർഷം മുമ്പ് ഈ അപേക്ഷ നൽകിയെങ്കിലും 1 കൊല്ലം മുമ്പാണ് എക്സൈസ് കമ്മീഷന് അനുകൂലമായ റിപ്പോർട്ട് സർക്കാരിലേക്ക് നൽകിയത്. അടിയന്തര സ്വഭാവം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അന്ന് തന്നെ തീരുമാനമെടുത്തില്ല? ഇപ്പോൾ 1 വർഷമായുള്ള തീരുമാനത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട്. അത് കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള വഴിവിട്ട ഇടപെടലുകളാണ്. മറ്റ് കമ്പനികളെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ കേസുകൾപ്പെട്ട കമ്പനിയെ ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വൻകിട മദ്യനിർമ്മാണശാല സ്ഥാപിക്കാൻ പാലക്കാട് കഞ്ചിക്കോട് എലപ്പുള്ളിയിലേക്ക് പരിഗണിച്ചതെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. ഈ വിഷയം നാളെ നിയമസഭാ തലത്തിൽ ഉയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. ഇന്ന് സഭാ സമ്മേളനത്തിൽ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ചരമോപചാരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റ് അജണ്ടകളൊന്നും ഇന്ന് സഭ പരിഗണിക്കുന്നില്ല. നാളെയാണ് ശൂന്യവേള അടക്കമുള്ള കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ശൂന്യവേളയിലടക്കം ഈ വിഷയം ശക്തമായി ഉയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അക്കാര്യത്തിൽ സൂചന കഴിഞ്ഞ ദിവസം തന്നെ നൽകി കഴിഞ്ഞു. എന്തായാലും ഈ മദ്യനിർമ്മാണശാലയുടെ അനുമതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഒരു വലിയ സമര വേരിയേറ്റം തന്നെ ഉയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. വിപിൻ സി വിജയൻ കൂടി ചേരുന്നു. വിപിൻ, യഥാർത്ഥത്തിൽ പാലക്കാട്ട് സമരം ശക്തിപ്പെടുകയാണ്. വിവരങ്ങൾ? അതെ SKN, പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ എലപ്പുള്ളി പഞ്ചായത്തിന് മുൻപിലാണ് നിൽക്കുന്നത്. എലപ്പുള്ളി പഞ്ചായത്തിൽ രാവിലെ 11 മണിയോടുകൂടി അടിയന്തര പ്രമേയം അവതരിപ്പിക്കും. ഈ ഒരു പ്രമേയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുള്ള ഈ ജലത്തിന്റെ ഒരു ലഭ്യതയുടെ കുറവ് സർക്കാരിനെ ബോധ്യപ്പെടുത്തുക, അങ്ങനെ ഈ പദ്ധതിയിലുള്ള എതിർപ്പ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. നിലവിലെ ഇവിടുത്തെ ഒരു കക്ഷിനില 9 UDF, 8 LDF, 5 BJP എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രമേയം എളുപ്പത്തിൽ പാസ്സാവുകയും ചെയ്യും. ഒപ്പം ഇന്ന് BJP ഇവിടെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. BJPയുടെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്ന് അതിശക്തമായ സമരത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വരും ദിവസങ്ങൾ ഈ എലപ്പുള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഒരു സമരഭൂമി തന്നെയായി മാറും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സൂചനകളുള്ളത്. ഇന്ന് ഒരേ സമയം 3 ഇടത്താണ് BJPയുടെ സമരമുള്ളത്. ഒന്ന് ഈ എലപ്പുള്ളി പഞ്ചായത്തിലേക്ക് തന്നെയാണ്. ഇവിടുത്തെ UDFിന്റെ മെമ്പറുടെ അടക്കം ഇടനിലയിലാണ് ഈ സ്ഥലം ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടായത് എന്നുള്ളതാണ് ഒരു ആരോപണമുള്ളത്. അതിന്റെ ഭാഗമായി BJPയുടെ ഒരു സമരം എലപ്പുള്ളി പഞ്ചായത്തിലേക്ക് നടക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് മാർച്ചുണ്ട്. മലമ്പുഴ ഡാമിലെ വെള്ളം ഉപയോഗിക്കാൻ കൊടുക്കുന്നു എന്നുള്ള ഒരു ആരോപണത്തിലാണ് വാട്ടർ അതോറിറ്റിയിലേക്കുള്ള മാർച്ച്. അതേസമയം തന്നെ മലമ്പുഴ ഡാമിന്റെ പ്ലാന്റിലേക്കും ഒരു BJPയുടെ മാർച്ചുണ്ട്. യൂത്ത് കോൺഗ്രസ് ഇവിടുത്തെ പദ്ധതി പ്രദേശത്തേക്ക് മാർച്ച് നടത്തുന്നു. ഇന്നലെ BJPയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസും ഇവിടെ കൊടിനാട്ടിയിട്ടുള്ള സമരത്തിലേക്കും നിലവിൽ കടന്നിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ കടക്കാനാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ വെള്ളമില്ല എന്നുള്ള വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഭരണസമിതിയും മുന്നോട്ട് വരികയാണ്. ഓക്കെ, താങ്ക് യു. വിപിൻ സി വിജയനും അതേപോലെ തന്നെ ശ്രീജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്. ബ്രൂവറി വിവാദം കുറച്ചുകൂടി കടുപ്പത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത നമ്മൾ കാണുകയും ചെയ്യുന്നു.